ഈ കാണുന്ന എക്സൽ വർക്ക്ഷീറ്റിൽ ഞാനൊരു GST കാൽക്കുലേറ്റർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എമൗണ്ട് എൻട്രി ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് വാല്യൂ റിമൂവ് ചെയ്ത് 4500 എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് 18% GST ചേർത്തുള്ള വാല്യൂ 5310 എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഈ ഒരു ഭാഗത്ത് GST വാല്യൂ മാത്രം ഡിസ്പ്ലേ ചെയ്യുന്നതും കാണാം. GST പെർസെൻറ്റേജ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് താഴെ വാല്യൂസ് അപ്ഡേറ്റ് ചെയ്തു വരുന്നതും കാണാം. മുകൾ ഭാഗത്ത് കാണുന്ന GST ഇൻക്ലൂസീവ് എന്നുള്ള ഈ ഒരു ഭാഗം സെലക്ട് ചെയ്യുന്ന സമയത്ത് 15% GST ചേർത്ത് 4500 എന്ന വാല്യൂ ആണ് നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടതെങ്കിൽ ആ ഒരു സമയത്തെ ടോട്ടൽ GST എമൗണ്ടും പ്രീ GST എമൗണ്ടും താഴെ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. മൈക്രോസോഫ്റ്റ് എക്സലിൽ ഓപ്ഷൻ ബട്ടൺ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായി പോസ്റ്റ് GST എമൗണ്ടും പ്രീ GST എമൗണ്ടും എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഈ ഒരു ബ്ലാങ്ക് എക്സൽ വർക്ക്ഷീറ്റിൽ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്ത് എമൗണ്ട് എന്ന് ടൈപ്പ് ചെയ്തു. ഈ ഒരു സെല്ല് സെലക്ട് ചെയ്ത് GST പെർസെൻറ്റേജ് എന്ന് ടൈപ്പ് ചെയ്തു. ശേഷം താഴെ ഈ ഒരു സെല്ലിൽ ടോട്ടൽ GST എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഈ ഒരു റോകളെല്ലാം സെലക്ട് ചെയ്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് റോ ഹൈറ്റ് എന്നുള്ളത് 18 എന്ന് സെലക്ട് ചെയ്തു. ഓപ്ഷൻ ബട്ടൺ ഇൻസേർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഡെവലപ്പർ എന്നുള്ള ടാബ് ഇനേബിൾ ചെയ്യാം. ഡെവലപ്പർ എന്നുള്ള ടാബ് നിങ്ങളുടെ എക്സലിൽ ഡിസ്പ്ലേ ചെയ്യുന്നില്ല എങ്കിൽ ഹോം എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് റൈറ്റ് ബട്ടൺ സെലക്ട് ചെയ്ത് കസ്റ്റമൈസ് റിബൺ എന്നുള്ളത് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഓപ്പണായി വന്ന എക്സൽ ഓപ്ഷൻസ് എന്ന ഈ ഒരു വിൻഡോയിൽ മെയിൻ ടാബ്സ് എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് താഴെ ഡെവലപ്പർ എന്നുള്ളത് സെലക്ട് ചെയ്ത ശേഷം ഓക്കെ എന്നുള്ളത് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ എക്സലിലും ഡെവലപ്പർ ടാബ് ഇനേബിൾ ആയത് കാണാം. ഡെവലപ്പർ എന്നുള്ളത് സെലക്ട് ചെയ്തു. ഇൻസേർട്ട് എന്നുള്ളത് സെലക്ട് ചെയ്തു. താഴെ ഡിസ്പ്ലേ ചെയ്യുന്ന ഈ ഒരു ഭാഗത്ത് ഓപ്ഷൻ ബട്ടൺ എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിനുശേഷം ഈ ഒരു ഭാഗത്തായി ഓപ്ഷൻ ബട്ടൺ ഡ്രോ ചെയ്തു. ഓപ്ഷൻ ബട്ടൺ 1 എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ശേഷം ഈ ഒരു കോളത്തിൻ്റെ സൈസ് ഞാൻ കുറച്ച് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്തുള്ള ഈ ഒരു കോളവും സൈസ് ഇൻക്രീസ് ചെയ്തു. ഈ ഒരു ഓപ്ഷൻ ബട്ടൺ കോപ്പി ചെയ്യുന്നതിന് വേണ്ടി ഓപ്ഷൻ ബട്ടൺ സെലക്ട് ചെയ്ത് കൺട്രോൾ എന്നുള്ള കീ ഹോൾഡ് ചെയ്ത ശേഷം സൈഡിലേക്ക് മൗസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് പുതിയൊരു ഓപ്ഷൻ ബട്ടൺ കൂടെ ക്രിയേറ്റ് ചെയ്തത് കാണാം. ഓപ്ഷൻ ബട്ടൺ 1 എന്നുള്ളത് റീനെയിം ചെയ്യുന്നതിന് വേണ്ടി റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ടെക്സ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ടെക്സ്റ്റ് എന്നുള്ളത് GST എക്സ്ക്ലൂസീവ് എന്ന് ടൈപ്പ് ചെയ്തു. ഇതുപോലെ രണ്ടാമത്തെ ഓപ്ഷൻ ബട്ടണും സെലക്ട് ചെയ്ത് GST ഇൻക്ലൂസീവ് എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം GST എക്സ്ക്ലൂസീവ് എന്ന ഈ ഒരു ഓപ്ഷൻ ബട്ടൺ സെലക്ട് ചെയ്തു. ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫോർമാറ്റ് കൺട്രോൾസ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഫോർമാറ്റ് കൺട്രോൾ എന്നുള്ള ഈ ഒരു വിൻഡോയിൽ സെൽ ലിങ്ക് എന്ന് കാണുന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ശേഷം ഈ ഒരു വിൻഡോ ഓക്കെ എന്നുള്ളത് സെലക്ട് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് B2 എന്നുള്ള സെല്ലിൽ 1 എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. GST ഇൻക്ലൂസീവ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്ന സമയത്ത് B2 എന്ന സെല്ലിൽ 2 എന്നും ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. GST എക്സ്ക്ലൂസീവ് എന്നുള്ളത് തന്നെ സെലക്ട് ചെയ്തു. അതിനുശേഷം ഈ രണ്ട് സെല്ല് സെലക്ട് ചെയ്ത് ഹോം ടാബ് സെലക്ട് ചെയ്ത് മെർജൻ സെൻറ്റർ എന്നുള്ളത് സെലക്ട് ചെയ്തു. അതുപോലെ ഈ ഒരു രണ്ട് സെല്ലും സെലക്ട് ചെയ്ത് മെർജൻ സെൻറ്റർ എന്നുള്ളത് സെലക്ട് ചെയ്തു. ശേഷം ഗ്രിഡ് ലൈൻ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി വ്യൂ എന്ന ടാബ് സെലക്ട് ചെയ്തു. താഴെ ഡിസ്പ്ലേ ചെയ്യുന്ന ഗ്രിഡ് ലൈൻ എന്നുള്ള ഈ ഒരു ഭാഗത്ത് ഞാൻ അൺടിക്ക് ചെയ്തു. അതിനുശേഷം ഈ ഒരു സെല്ല് സെലക്ട് ചെയ്ത് താഴ്ഭാഗത്ത് ഒരു ലൈൻ ഇൻസേർട്ട് ചെയ്യുന്നതിന് വേണ്ടി കൺട്രോൾ 1 എന്നുള്ളത് സെലക്ട് ചെയ്തു. ഫോർമാറ്റ് സെൽസ് എന്ന ഈ ഒരു വിൻഡോയിൽ ഈ ഒരു ലൈൻ സെലക്ട് ചെയ്തു. ശേഷം ഈ ഒരു ഭാഗത്തെ ബോർഡർ ലൈൻ സെലക്ട് ചെയ്തു. ഈ ഒരു വിൻഡോ ഓക്കെ എന്നുള്ളത് സെലക്ട് ചെയ്തു. ഈ ഒരു സെല്ലിലും സെയിം ബോർഡർ ലൈൻ ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ രണ്ട് സെല്ല് സെലക്ട് ചെയ്തു. ശേഷം ഹോം ടാബ് സെലക്ട് ചെയ്ത് സെൽ കളർ എന്നുള്ളത് ഡാർക്ക് ഗ്രീൻ സെലക്ട് ചെയ്തു. എൻട്രി വരേണ്ട ടെക്സ്റ്റ് കളർ വൈറ്റ് സെലക്ട് ചെയ്തു. ടെക്സ്റ്റ് സെൻറ്ററിലേക്ക് മൂവ് ചെയ്തു. അതിനുശേഷം എമൗണ്ട് എൻട്രി ചെയ്യേണ്ട ഈ ഒരു ഭാഗത്ത് ഞാനൊരു സാമ്പിൾ നമ്പർ എൻട്രി ചെയ്യുന്നുണ്ട്. 3500 എന്ന് ടൈപ്പ് ചെയ്തു.
GST എൻട്രി ചെയ്യേണ്ട ഈ ഒരു ഭാഗത്ത് 12 എന്ന് ടൈപ്പ് ചെയ്തു. ശേഷം ഈ രണ്ട് സെല്ലും സെലക്ട് ചെയ്ത് ടെക്സ്റ്റ് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്തു. ഈ രണ്ട് ടെക്സ്റ്റ് കളർ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് ഗ്രീൻ കളർ സെലക്ട് ചെയ്തു. അതിനുശേഷം ഇൻസേർട്ട് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഷേപ്സ് എന്ന് കാണുന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് റെക്റ്റാങ്കിൾ എന്നുള്ളത് സെലക്ട് ചെയ്തു. ശേഷം ഈ ഒരു ഭാഗത്തായി റെക്റ്റാങ്കിൾ ഞാൻ ഡ്രോ ചെയ്തു. ഷേപ്പ് ഫിൽ എന്ന് കാണുന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് ലൈറ്റ് ഗ്രീൻ കളർ സെലക്ട് ചെയ്തു. ഷേപ്പ് ഔട്ട്ലൈൻ എന്ന് കാണുന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് ഡാർക്ക് ഗ്രീൻ കളർ സെലക്ട് ചെയ്തു. ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സെൻഡ് ടു ബാക്ക് എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിനുശേഷം ഈ ഒരു ഭാഗത്ത് രണ്ട് രീതിയിലുള്ള വാല്യൂ ആണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. GST എക്സ്ക്ലൂസീവ് എന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് പോസ്റ്റ് GST എമൗണ്ട് എന്നും GST ഇൻക്ലൂസീവ് എന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് പ്രീ GST എമൗണ്ട് എന്നും ഡിസ്പ്ലേ ചെയ്യണം. അതിനുവേണ്ടി ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ഈക്വൽസ് ടു ഇഫ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ലോജിക് എന്നുള്ളത് B2 എന്ന ഈ ഒരു സെല്ലിൽ വാല്യൂ 1 എന്നാണ് ഡിസ്പ്ലേ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് ഡബിൾ കോട്ട് പോസ്റ്റ് GST എമൗണ്ട് ഡബിൾ കോട്ട് കോമ B2 എന്ന സെല്ലിലെ വാല്യൂ ഒന്നല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് ഡബിൾ കോട്ട് പ്രീ GST എമൗണ്ട് ഡബിൾ കോട്ട് ശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. എൻ്റർ എന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് പോസ്റ്റ് GST എമൗണ്ട് ഒന്ന് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഓപ്ഷൻ ബട്ടണിൽ GST എക്സ്ക്ലൂസീവ് എന്നുള്ളതാണ് ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനാൽ ഈ ഒരു ഭാഗത്ത് പോസ്റ്റ് GST എമൗണ്ട് ഒന്ന് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. GST ഇൻക്ലൂസീവ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്ന സമയത്ത് പ്രീ GST എമൗണ്ട് ഒന്നും അപ്ഡേറ്റ് ചെയ്ത് വരുന്നത് കാണാം. ഞാൻ ഈ ഒരു GST എക്സ്ക്ലൂസീവ് എന്നുള്ളത് തന്നെ സെലക്ട് ചെയ്തു. അതിനുശേഷം ഈ ഒരു ഭാഗത്തായി രണ്ട് രീതിയിലുള്ള വാല്യൂ ആണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അതായത് B2 എന്ന സെല്ലിൽ 1 എന്ന് ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് GST ചേർത്തുള്ള വാല്യൂ, B2 എന്ന സെല്ലിൽ 2 എന്ന് ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് പ്രീ GST എമൗണ്ട് വാല്യൂവും ഡിസ്പ്ലേ ചെയ്യണം. അതിനുവേണ്ടി ഈ ഒരു രണ്ട് കോളങ്ങളിൽ സപ്പോർട്ടിംഗ് ഫോർമുല ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. GST എക്സ്ക്ലൂസീവ് വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്തു. പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി സെൽ കളർ എന്നുള്ളത് ലൈറ്റ് യെല്ലോ സെലക്ട് ചെയ്തു. GST ഇൻക്ലൂസീവ് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്ത് സെൽ കളർ ലൈറ്റ് ബ്ലൂ കളർ സെലക്ട് ചെയ്തു. ഈ ഒരു കോളത്തിൽ ഞാൻ 1 എന്ന് ടൈപ്പ് ചെയ്തു. രണ്ടാമത്തെ കോളത്തിൽ 2 എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ഈ ഒരു സെല്ലിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് എമൗണ്ട് എന്നുള്ള ഭാഗത്ത് എൻട്രി ചെയ്തിരിക്കുന്ന 3500 എന്ന വാല്യൂവിലെ 12% GST കണ്ടെത്തണം. അതിനുവേണ്ടി ഈക്വൽസ് ടു എമൗണ്ട് കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. മൾട്ടിപ്ലൈ GST കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ഡിവൈഡഡ് ബൈ 100 എന്ന് ടൈപ്പ് ചെയ്തു. എൻ്റർ എന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് 420 എന്ന വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. അതിനുശേഷം 2 എന്ന് ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് സെല്ലിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് ടോട്ടൽ എമൗണ്ടിൽ നിന്നും 12% GST കഴിഞ്ഞുള്ള ബാലൻസ് ഡിസ്പ്ലേ ചെയ്യണം. അതിനുവേണ്ടി ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ഈക്വൽസ് ടു എമൗണ്ട് കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ഡിവൈഡഡ് ബൈ ബ്രാക്കറ്റ് ഓപ്പൺ 100 പ്ലസ് അതിനുശേഷം GST എൻട്രി ചെയ്തിരിക്കുന്ന ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ബ്രാക്കറ്റ് ക്ലോസ് മൾട്ടിപ്ലൈ 100 എന്ന് ടൈപ്പ് ചെയ്തു. എൻ്റർ എന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് 3125 എന്ന വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. അതിനുശേഷം എമൗണ്ട് എൻട്രി ചെയ്തിരിക്കുന്ന 3500 എന്ന വാല്യൂവിൽ നിന്നും GST എമൗണ്ട് സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈക്വൽസ് ടു എമൗണ്ട് എൻട്രി ചെയ്തിരിക്കുന്ന ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. മൈനസ് GST കഴിഞ്ഞുള്ള വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്ന ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. എൻ്റർ എന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് 375 എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. അതിനുശേഷം
ടോട്ടൽ GST എന്ന ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ഈ ഒരു സെല്ലിൽ രണ്ട് രീതിയിലുള്ള വാല്യൂ ആണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ഓപ്ഷൻ ബട്ടണിൽ 1 എന്ന് ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് 420 എന്ന് ഡിസ്പ്ലേ ചെയ്യുന്ന ഈ ഒരു സെല്ലിലെ വാല്യൂ, ഓപ്ഷൻ ബട്ടണിൽ 2 എന്ന് ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് 375 എന്ന വാല്യൂവും ഡിസ്പ്ലേ ചെയ്യണം. അതിനുവേണ്ടി ഇഫ് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാം. ഈക്വൽസ് ടു ഇഫ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ, ലോജിക് എന്നുള്ളത് B2 എന്ന ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ഈക്വൽസ് ടു 1, 1 ആണ് ഡിസ്പ്ലേ ചെയ്യുന്നതെങ്കിൽ 420 എന്ന ഈ ഒരു വാല്യൂ ഡിസ്പ്ലേ ചെയ്യണം. അതിനുവേണ്ടി ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. 1 അല്ലെങ്കിൽ 375 എന്ന ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. എൻ്റർ എന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് 420 എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. GST ഇൻക്ലൂസീവ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്ന സമയത്ത് 375 എന്നും ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഓപ്ഷൻ ബട്ടണിൽ GST എക്സ്ക്ലൂസീവ് എന്നുള്ളത് തന്നെ സെലക്ട് ചെയ്തു. അതിനുശേഷം ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. GST ചേർത്തുള്ള വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി ഈക്വൽസ് ടു എമൗണ്ട് കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. പ്ലസ് ടോട്ടൽ GST എമൗണ്ട് ഡിസ്പ്ലേ ചെയ്യുന്ന ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. എൻ്റർ എന്ന് കൊടുക്കുന്ന സമയത്ത് 3920 എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. അതിനുശേഷം ഈ ഒരു ഭാഗത്തെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി ഈക്വൽസ് ടു ഇഫ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ, ലോജിക് എന്നുള്ളത് B2 എന്നുള്ള ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ഈക്വൽസ് ടു 2, ഈ ഒരു സെല്ലിലെ വാല്യൂ 2 എന്നാണെങ്കിൽ 3125 എന്ന ഈ ഒരു വാല്യൂ ഡിസ്പ്ലേ ചെയ്യണം. അതിനുവേണ്ടി ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. അല്ല എന്നുണ്ടെങ്കിൽ 3920 എന്ന് ഡിസ്പ്ലേ ചെയ്യുന്ന ഈ ഒരു വാല്യൂ ഡിസ്പ്ലേ ചെയ്യണം. അതിനുവേണ്ടി ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. എൻ്റർ എന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് GST എക്സ്ക്ലൂസീവ് എന്നുള്ളത് സെലക്ട് ചെയ്തതിനാൽ ഈ ഒരു ഭാഗത്ത് 3920 എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഈ ഒരു സെല്ല് സെലക്ട് ചെയ്ത് ഫോണ്ട് സെഞ്ചുറി ഗോത്തിക് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഡിസ്പ്ലേ ചെയ്യുന്ന ഈ ഒരു വാല്യൂ ഇന്ത്യൻ കറൻസിയിൽ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി Ctrl 1 എന്നുള്ളത് സെലക്ട് ചെയ്തു. ഫോർമാറ്റ് സെൽസ് എന്ന ഈ ഒരു വിൻഡോയിൽ കറൻസി എന്നുള്ളത് സെലക്ട് ചെയ്തു. ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്ത് ഇന്ത്യൻ കറൻസി സെലക്ട് ചെയ്തു. ശേഷം കസ്റ്റം എന്നുള്ള ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് റുപ്പീസ് എന്നുള്ളതിന് ശേഷം ഞാൻ സ്പേസ് എൻട്രി ചെയ്യുന്നുണ്ട്. ശേഷം ഓക്കെ എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിനുശേഷം GST ഇൻക്ലൂസീവ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്ന സമയത്ത് താഴെ സെല്ലുകളിൽ വാല്യൂ അപ്ഡേറ്റ് ചെയ്തു വരുന്നത് കാണാം. എമൗണ്ട് എൻട്രി ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗത്തെ വാല്യൂ ചേഞ്ച് ചെയ്യുന്ന സമയത്തും താഴെ സെല്ലുകളിൽ വാല്യൂ അപ്ഡേറ്റ് ചെയ്തു വരുന്നത് കാണാം. അതുപോലെ GST ചേഞ്ച് ചെയ്യുന്ന സമയത്തും അപ്ഡേറ്റഡ് വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. സപ്പോർട്ടിംഗ് കോളം ഡിസ്പ്ലേ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്തു. ശേഷം B2 എന്ന ഈ ഒരു സെല്ലും സെലക്ട് ചെയ്തു. സെൽ കളർ എന്നുള്ളത് വൈറ്റ് സെലക്ട് ചെയ്തു. ടെക്സ്റ്റ് കളറും വൈറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തു. മൈക്രോസോഫ്റ്റ് എക്സലിൽ എങ്ങനെയാണ് GST കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യൂ. എക്സലിനെ കുറിച്ചുള്ള മലയാളം ട്യൂട്ടോറിയൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.